ബസ്സും മെട്രോയും ടാക്സിയും അടക്കം പൊതുഗതാഗതത്തിന് ഉപയോഗിക്കുന്ന നോൾ കാർഡുകൾ സമഗ്രമായി മാറ്റുകയാണെന്ന് ദുബായ് RTA ആണ് അറിയിച്ചത്. 35 കോടി ദിർഹം ചെലവിലാണ് പദ്ധതി നടപ്പാക്കുക. കാർഡ് ബേസ്ഡ് ടിക്കറ്റിന് പകരം അക്കൗണ്ട് ബേസ്ഡ് ടിക്കറ്റ് എന്നതാണ് ലക്ഷ്യം. അതായത് യാത്രക്കാർ നോൾ കാർഡുകൾ കൈവശം വെക്കേണ്ടതില്ല. പകരം ഫോണിലും സ്മാർട്ട് വാച്ചിലും ഡിജിറ്റലായി സൂക്ഷിക്കാം. മുഖവും കണ്ണുമടക്കം ബയോമെട്രിക് വിവരങ്ങൾ സ്കാൻ ചെയ്ത് ഡിജിറ്റൽ അക്കൗണ്ട് ആക്കുന്ന സംവിധാനവും വരും. ഇത് യാത്രക്കാരുടെ സഞ്ചാരം എളുപ്പത്തിലാക്കും. നോൾ കാർഡിന്റെ ഡിജിറ്റൽ വൽക്കരണത്തിന് കരാർ നൽകിയതായി RTA അറിയിച്ചു. ബസ്, ടാക്സി, മെട്രോ, അബ്ര എന്നിവയിലെ യാത്രയ്ക്ക് പുറമെ പെട്രോൾ അടിക്കാനും പാർക്കുകളിൽ പ്രവേശിക്കാനും പാർക്കിംഗ് ഫീസ് അടയ്ക്കാനും ഷോപ്പുകളിൽ നിന്ന് സാധനങ്ങൾ വാങ്ങാനുമെല്ലാം നോൾ കാർഡ് ഉപയോഗിക്കാം. നിർമ്മിത ബുദ്ധി പ്രയോജനപ്പെടുത്തിയാകും പുതിയ സംവിധാനം. 2009 പ്രാബല്യത്തിൽ വന്നതിന് ശേഷം 3 കോടി നോൾ കാർഡുകൾ ഇതുവരെ വിതരണം ചെയ്തിട്ടുണ്ടെന്ന് RTA ചെയർമാൻ മഥാർ അൽ താഹിർ അറിയിച്ചു. 25 ലക്ഷം പേരാണ് നോൾ കാർഡ് ഉപയോഗിച്ച് പ്രതിദിനം യാത്ര ചെയ്യുന്നത്. 2023 2 കോടി ദിർഹമാണ് നോൾ കാർഡ് വഴി മാത്രം ദുബായിയുടെ വരുമാനം. മാതൃഭൂമി ന്യൂസ്, ദുബായ്.